أعوذ بالله من الشيطان الرجيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അവന്റെ വിധികളുടെക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിനപരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വിശ്വസിച്ചു. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കയിലേക്കുള്ള അവസാനത്തെ യാത്ര വളരെ പ്രധാനമായ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിനുള്ള യാത്ര. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സംസാരിക്കുന്നു. അള്ളാഹു പറയാണ്, وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ചില കലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു. പക്ഷേ എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം 100 മേനി വിജയം കൊയ്തു. അതിന് പ്രതിഫലമായി അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, قال إني جاعلك للناس إماما. അങ്ങയെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇമാമായി നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി, قال ومن ذريتي. അല്ലാഹുവേ, എന്റെ സന്താനങ്ങളെയും നീ ജനങ്ങൾക്ക് ഇമാമാക്കി നിശ്ചയിക്കണമേ എന്ന് അല്ലാഹുവിനോട് അദ്ദേഹം തിരിച്ചു പ്രാർത്ഥിച്ചു. قال لا ينال عهد الظالمين. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? തീർച്ചയായും അങ്ങയുടെ സന്താന പരമ്പരകളിൽ ജനങ്ങൾക്ക് ഇമാമുകൾ ഉണ്ടാവും, ജനങ്ങൾക്ക് നേതൃത്വം ഉണ്ടാവും. എന്തിനുള്ള നേതൃത്വം? രാഷ്ട്രീയ നേതൃത്വമല്ല, കച്ചവടത്തിന്റെ നേതൃത്വമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള, സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള നേതൃത്വം. ആ നേതൃത്വം അങ്ങയുടെ സന്താന പരമ്പരകളിൽ ഉണ്ടാകും. പക്ഷേ ചില ആളുകൾക്ക് അത് ബാധകമല്ല. ലാ യനാലു അഹ്ദുൽ ളാലിമീൻ. അക്രമകാരികൾക്ക് അത് ബാധകമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَعَهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹിം, അങ്ങയുടെ മകൻ ഇസ്മായിൽ കൂടി എന്ത് ചെയ്യണം? എന്റെ ഭവനം ശുദ്ധിയാക്കണം. ആർക്കു വേണ്ടി? എന്നെ ആരാധിക്കാൻ വേണ്ടി വരുന്ന എന്റെ അടിമകൾക്ക്, ആ കഅബാലയം തവാഫ് ചെയ്യാൻ വരുന്ന, അവിടെ വചനമിരിക്കാൻ വരുന്ന, അവിടെ റുകൂഅ് ചെയ്യാൻ വരുന്ന, അവിടെ സുജൂദ് ചെയ്യാൻ വരുന്ന എന്റെ അടിമകൾക്ക് വേണ്ടി ആ ഭവനത്തെ താങ്കളും താങ്കളുടെ മകനും കൂടി ശുദ്ധിയാക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ ഭവനം ശുദ്ധീകരിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താണെന്നറിയോ? وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا
وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. അല്ലാഹുവേ, ഈ നാടിനെ നീ സുരക്ഷിതത്വത്തിന്റെ, സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ, സന്തോഷത്തിന്റെ നാടാക്കി നീ മാറ്റണേ റബ്ബേ. ഈ നാടിനെ നീ സംരക്ഷിക്കണേ നാഥ. മാത്രമല്ല വർസുഖ് അഹ്ലഹു മിനത് തമറാത്ത്, ഈ നാട്ടിലുള്ള ആളുകൾക്ക് പഴവർഗ്ഗങ്ങൾ നീ നൽകണമേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടി ഈ നാട്ടിൽ ഉപജീവനം നൽകുകയും ചെയ്യണമേ. അല്ലാഹുവിന്റെ മറുപടി ഖാല വമൻ കഫർ ഇബ്രാഹിം, അവർക്ക് മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, ആര് നിഷേധിക്കുന്നുവോ അവർക്കും ഈ നാട്ടിൽ എന്തുണ്ടായിരിക്കും? ഉപജീവനം ഉണ്ടായിരിക്കും. ആ ഉപജീവനം വളരെ തുച്ഛമായത് മാത്രമായിരിക്കും. പിന്നെ ഭയാനകമായ നരകത്തിലേക്ക് ഞാൻ അവനെ വലിച്ചെറിയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും പൂർത്തീകരിച്ചു. എല്ലാം പൂർത്തിയാക്കി. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം, ഇനി ഹജ്ജിന്റെ വിളംബരത്തിനുള്ള സമയമാണ്. ഇനി ഹജ്ജിന്റെ വിളംബരത്തിനുള്ള സമയമാണ്. ചുറ്റുഭാഗത്തുമുള്ള പാറയിടക്കുകളിലേക്ക് നോക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ ആരെ വിളിക്കണം? പടച്ചോനെ, ഞാൻ ആരെ വിളിക്കണം? അവിടെ രാജാതിരാജനായ അള്ളാഹുവിന്റെ മറുപടി, ഇബ്രാഹിം, താങ്കൾ വിളിച്ചു. വിളിക്കേണ്ട പണി മാത്രമാണ് താങ്കൾക്ക്. وأذن في الناس يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. താങ്കൾ വിളിച്ചു കഴിഞ്ഞാൽ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾക്ക് പുറത്തും വാഹനങ്ങളിലും നാടിന്റെ 4 ഭാഗത്തു നിന്നും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും താങ്കളുടെ വിളിയാളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, താങ്കളുടെ വിളിക്ക് മറുപടി നൽകിക്കൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹുവിന്റെ വഅദ. പ്രിയപ്പെട്ടവരെ, നമ്മെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് അറിയോ? എത്രയോ ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ മുഴുവനും മാറ്റിവെച്ചിട്ട് ഒരു വേള മക്കത്തുനിന്ന് പോയി ഫർദായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ അറഫയുടെ മൈതാനിൽ നിന്ന് പൊട്ടിക്കരയാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇത് 2ാമത്തെ വർഷമാണ്. ഉദ്ദേശിച്ച ആളുകളുടെ ഹജ്ജ് മുടങ്ങാൻ തുടങ്ങിയിട്ട് ഇത് 2ാമത്തെ വർഷം. 60,000 ആളുകൾക്ക് മാത്രമാണ് ഹജ്ജിന് പോകാൻ അനുമതി കിട്ടുന്നത്. എത്ര നാളിൽ നീളുമെന്നറിയില്ല. ആത്മാർത്ഥമായി ഹൃദയം മുറുകുന്ന വേദനയോടെ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബേ, ഈ ഒരു പ്രതിസന്ധിയെ നീ മാറ്റി തരണം റബ്ബേ. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വലിയ നഷ്ടമാണ് മുസ്ലിം സമുദായത്തിൽ. ചെറിയ നഷ്ടമൊന്നുമില്ല, വലിയ നഷ്ടമാണ്. അറഫയുടെ ദിവസം അവിടെ കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവർ മുഴുവൻ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയുടെ ഫലം ചെറുതാണോ? ആ പ്രാർത്ഥനയുടെ ശക്തി ചെറുതാണോ? പ്രിയപ്പെട്ടവർക്ക് ആലോചിച്ച് നോക്ക്. ആ ദുആയാണ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടം. അതിന്റെ 10-1 പോലും കിട്ടത്തില്ല. അതാണ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്ക് ഈ പ്രതിസന്ധിയെ സർവശക്തനായ റബ്ബ് പൂർണ്ണമായി നമ്മിൽ നിന്ന് ഉയർത്തുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷത്തോടെ അവിടെ എത്തിച്ചേരുവാനും ആ കർമ്മങ്ങൾ പൂർത്തിയാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി അല്ലാഹു പറഞ്ഞതുപോലെ ഹജ്ജിന്റെ വിളംബരം ചെയ്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താണ്? അദ്ദേഹം പറയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ആരാണ് പറയുന്നത്? ഒരു പുരുഷായുസ് മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ബലി കഴിച്ച് ഒരു ജീവിതം മുഴുവൻ റബ്ബിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ, റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ എല്ലാം ചിരിച്ച് കുടുംബം വേണ്ടാന്ന് വെച്ച്, ജീവിതം വേണ്ടാന്ന് വെച്ച് ദഅവത്തിന്റെ പാതയിൽ നിലയുറപ്പിച്ചൊരു മനുഷ്യൻ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവസാനത്തെ കൽപ്പനയെ പൂർത്തിയാക്കിയിട്ട് അല്ലാഹുവിനോട് പേടിയോടെ താഴ്മയോടെ പറയാണ്, റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ഇത് സ്വീകരിക്കണം റബ്ബേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽനാ മുസ്ലിമീന ലക, ഞങ്ങളെ
നിനക്ക് കീഴ്പ്പെട്ട രണ്ടാളുകളാക്കി നീ മാറ്റണമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ഇത്. 5 വക്ത് നിസ്കാരം കൃത്യമായിട്ടൊന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം തികഞ്ഞവരാണ്, എല്ലാം തികഞ്ഞവരാണ്. ഒരു സുന്നത്ത് നോമ്പെടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞവരാണ്. പക്ഷേ ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ബലികഴിച്ചു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന അറിയിച്ചപ്പോ ഇസ്മായിൽ നബിയുടെ പ്രതികരണം എന്താണ്? എന്റെ കഴുത്തിലേക്ക് താങ്കൾ കത്തിവെക്കുമ്പോ ക്ഷമിക്കുന്നവനായി, സഹിക്കുന്നവനായി, അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാം എന്നാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞത്. ആ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയുമാണ് അള്ളാഹുവിനോട് പറയുന്നത്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക, ഞങ്ങളെ മുസ്ലിങ്ങളാക്കണേ, ഞങ്ങളെ മുസ്ലിങ്ങളാക്കണേ, നിനക്ക് കീഴ്പ്പെട്ടവരാക്കണേ, വമിൻ ദുരിയതിനാ, ഞങ്ങളുടെ സന്താനങ്ങളെയും മുസ്ലിങ്ങളാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും. ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ, എന്നിട്ട് ഞങ്ങൾക്ക് ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ കാണിച്ചു തരണം. ഹജ്ജിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത മനാസിക്കുകളാണ്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കർമ്മങ്ങളാണ്. ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ, ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണാനിധിയുമാണ്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നടത്തുന്ന ഒരു പ്രാർത്ഥന എന്തറിയോ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വബഅസ് ഫീഹിം, ഈ ഉമ്മത്തിൽ നീ ഉയർത്തിക്കൊണ്ടുവരണം, റസൂലൻ മിൻഹും, ഒരു പ്രവാചകനെ, ഒരു നബിയെ. സഹസ്രാബ്ദങ്ങൾക്ക് പുറത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവാചകനായി കടന്നു വന്നത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണത്. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയാൻ, ഇബ്രാഹിം നബിയുടെ ചരിത്രം മുഴുവനും വിശദീകരിച്ച് അള്ളാഹു പറയാൻ, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ആരെങ്കിലും ഈ പറഞ്ഞ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഈ പറഞ്ഞ ഇബ്രാഹിമിന്റെ മില്ലത്ത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അവൻ വിഡ്ഢിയാണ്, അവൻ നശിച്ചു പോയവനാണ്. കാരണം ഇബ്രാഹിമിനെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമിനോട് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞപ്പോൾ, അസ്ലിം, ഇബ്രാഹിം നീ കീഴടങ്ങുക, നീ കീഴൊതുങ്ങുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അല്ലാഹുവേ, ലോകരക്ഷിതാവായ നിന്റെ മുന്നിൽ ഞാൻ ഇതാ സർവസ്വവും വെച്ചുകൊണ്ട് കീഴടങ്ങിയിരിക്കുകയാണ്. മനസ്സാ വാചാ കർമ്മണ, ഞാനിതാ നിന്റെ മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. റബ്ബേ, വവസ്സാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ഇബ്രാഹിമിനെയും യാഖൂബിനെയും അവരുടെ സന്താന പരമ്പരകളെയും അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്, സ്വീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും അവരുടെ മക്കളോട് പറയുന്നൊരു വാക്ക് എന്താണെന്നറിയോ? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്. അള്ളാഹ് ഖലീലോട് വിളിച്ച ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടും തന്റെ മക്കളോട് ആ മഹാപ്രവാചകന്മാർ പറയുന്നത് എന്താണ്? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്നാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, യാക്കൂബിന് മരണമാസന്നമായപ്പോ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു, താങ്കൾ അതിന് സാക്ഷിയായിരുന്നു. ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോട് പറയാണ്, എന്റെ സ്വത്താരെ ഗീതം വെച്ചെടുക്കും, എന്റെ വീട് ആർക്ക് കിട്ടും, എന്റെ സമ്പാദ്യങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾ ചെലവാക്കും? അതൊന്നുമല്ല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബേജാറ്, മനസ്സിലെ വ്യാധി അതൊന്നുമല്ല, വ്യത അതൊന്നുമല്ല. പിന്നെന്താണ്? എനിക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് ആരാധിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഇബാദത്ത് എങ്ങനെയാണ്? മറുപടി പറഞ്ഞു, ഇബ്രാഹിം വഇസ്മാഈൽ വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖാലൂ നഅബുദു, ഞങ്ങൾ ആരാധിക്കും, ഇലാഹൻ, താങ്കളുടെ ഇലാഹായ, വഇലാഹ ആബായിക്, അങ്ങയുടെ പിതാക്കന്മാരുടെ ഇലാഹ
ഇലാഹായ ഇലാഹൻ വാഹിദ, ഏകനായ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും, അവനെ മാത്രം ഞങ്ങൾ ആരാധിക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴടങ്ങുന്നവരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, മരണമാസന്നമായി കിടക്കുമ്പോൾ, മരണക്കിടക്കയിൽ കിടന്ന് മരണവേദന കൊണ്ട് പുളയുന്ന സമയത്തും ആ മഹാപ്രവാചകന്റെ മനസ്സിലുണ്ടായിരുന്ന ഒന്നാമത്തെ കൺസിഡറേഷൻ അത് തൗഹീദായിരുന്നു, തൗഹീദായിരുന്നു, വഹ്ദാനിയത്തായിരുന്നു. അതാണ് ഇബ്രാഹിം മില്ലത്തിന്റെ നടുത്തൂൺ എന്ന് പറയുന്നത്. ഇബ്രാഹിം മില്ലത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹിനോട് മാത്രം സങ്കടം പറയുക. ജീവിതത്തിന്റെ ഒരു മേഖലകളിലും അള്ളാഹുവിനെ കൊണ്ടുവരുന്ന സ്ഥാനത്ത് മറ്റൊരാളെയും കൊണ്ടുവരാതിരിക്കുക. അത് ഔലിയാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, മലക്കുകളാകട്ടെ, ഒരാളെയും ആ സ്ഥാനത്ത് കൊണ്ടുവരാതിരിക്കുക. ഇബ്രാഹിം മില്ലത്തിന്റെ തുടക്കവും ഒടുക്കവും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം മില്ലത്തിന്റെ തൗഹീദിന്റെ വഹ്ദാനിയത്തിന്റെ പൂർണ്ണ വക്താക്കളാകാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അമലുകൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങൾ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്, കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അധികം ദിവസങ്ങളും നമ്മുടെ മുന്നിലില്ല. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, കഴിഞ്ഞു ബുധൻ. ഈ 5 ദിവസം പരമാവധി അമലുകൾ കൂട്ടാൻ ശ്രമിക്കുക, വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. തിലാവത്തുകളായും അദ്കാറുകളായും സ്വതക്കകളായും നമസ്കാരങ്ങളായും എല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ പള്ളിക്ക് വേണ്ടി ഇത്തികാഫിന്റെ സമയത്ത്, നോമ്പിന്റെ സമയത്ത് ഒരു ഫിൽറ്റർ വാങ്ങി വെച്ചിരുന്നു. അതിന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം ആർക്കെങ്കിലും ആ ഫിൽറ്റർ അവരുടെ വക സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുക. 7500 രൂപയാണ്. കാരണം നമ്മുടെ ഒരു പ്രവർത്തകൻ തന്നെയാണ്. പകുതി പൈസ മാത്രമേ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ആർക്കെങ്കിലും സ്വന്തമായി അത് മുഴുവൻ ഓഫർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് പ്രത്യേകിച്ച് വലിയ പതിലുള്ള ഒരു കാര്യമായിരിക്കും, വലിയ മഹത്വമുള്ള കാര്യമായിരിക്കും, ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക, അതിനുവേണ്ടി ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദഖകൾ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരന്റെ 7 മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ, അവർക്കെല്ലാം നിർഭയത്വം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മമാരെയും വാപ്പമാരെയും ഞങ്ങളുടെ സഹോദരന്മാരെയും ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും ഞങ്ങളുടെ അയൽവാസികളെയും കുടുംബങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും ഈ മഹാമാരിയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ലോകത്തെയും ഞങ്ങളുടെ നാട്ടിനെയും ഈ മഹാമാരിയിൽ നിന്ന് എത്രയും വേഗം പൂർണ്ണമായി മോചിപ്പിക്കണേ നാഥാ. അല്ലാഹുവേ, അടുത്ത വർഷം നിന്റെ ഹജ്ജിന്റെ വിളംബരത്തിന്റെ സമയമാകുമ്പോഴേക്ക് കൂട്ടമായി അവിടേക്ക് പോകാനുള്ള സാഹചര്യം ഈ മുസ്ലിം ഉമ്മത്തിന് ഒരുക്കി കൊടുക്കണേ റബ്ബേ. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ നാഥാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഭവനങ്ങളെ ഒക്കെയും മദീനയെയും പൂർണ്ണമായും ഈ രോഗത്തിൽ നിന്ന് മുക്തമാക്കണേ. അടുത്ത വർഷം നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാൻ മുസ്ലിം ഉമ്മത്തിന് നീ തൗഫീഖ് നൽകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.